നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പണ്ടെങ്ങോ പോയ പ്രതാപമുണ്ട് കൊല്ലത്തെ കുരീപ്പുഴ കോഴി ബംഗ്ലാവിൽ. തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു അത്രേ കോഴി ബംഗ്ലാവ്. എന്നാൽ കോഴികളെ പാടെ നീക്കി ഇന്നിപ്പോൾ അവിടെ നിൽക്കുന്നത് ടർക്കി പടയാണ്. രുചി മാത്രമല്ല, വരുമാനവും കൊണ്ടാണ് ടർക്കികൾ വരുന്നത്. ഒന്നും രണ്ടുമല്ല, 2000-ഓളം വരും അവ. കൊല്ലത്തെ ടർക്കി ഫാം ഏഷ്യയിലെ ഏറ്റവും വലിയ ടർക്കി ഫാമാണ്. മാംസാഹാര പ്രിയർക്ക് പുതുരുചി കൂടി പരിചയപ്പെടുത്തുവാൻ ടർക്കികൾ വരുന്നു. കാണാം കൊല്ലത്തെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ടർക്കി ഫാമിൽ നിന്നും ഹരിതം സുന്ദരം. അഷ്ടമുടി ഇഷ്ടമുടിയാണ്. അനേകായിരം ജീവജാലങ്ങൾക്ക് ജീവനും ജീവിതവും നൽകുന്നുണ്ട് കായൽ. കൊല്ലത്തിന് അഷ്ടമുടിക്കായൽ എന്നാൽ കരുതൽ കൂടിയാണ്. അഷ്ടമുടിയുടെ കീർത്തിക്ക് മഹിമ നൽകുന്ന മറ്റൊരു സ്ഥാപനം കൂടി കായൽ തീരത്തുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടർക്കി ഫാം. സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് കൊല്ലത്തെ ടർക്കി ഫാം. കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട കോഴി ബംഗ്ലാവാണ് ഇന്ന് ടർക്കി ഫാമായി മാറിയത്. കൊളസ്ട്രോൾ കുറഞ്ഞ ഇറച്ചിയും മുട്ടയും, മാംസാഹാരപ്രിയരുടെ പുതുരുചി, ജന്തുജന്യ രോഗങ്ങൾ തീരെയില്ല. ഇതൊക്കെയാണ് ടർക്കിയെ പ്രിയങ്കരമാക്കുന്നത്. കോഴി വളർത്തൽ വ്യവസായം പോലെ കേരളത്തിൽ പ്രചാരം ലഭിച്ചിട്ടില്ലെങ്കിലും ടർക്കി വളർത്തൽ പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ്. അമേരിക്കക്കാരുടെ പ്രിയതോടരാണ് ടർക്കികൾ. പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ വൈറ്റ് ഹൗസിലും ടർക്കികളുണ്ടായിരുന്നു. ഐക്യനാടുകളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ടർക്കി കോഴി വളർത്തൽ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് വേണ്ടത്ര പ്രചാരം നേടിയിട്ടില്ല. അതിനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. വനവാസികളായ ടർക്കികളെ ആദ്യം ഇണക്കി വളർത്തിയത് മെക്സിക്കോക്കാരാണ്. അനവധി കൗതുകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ മേനിയിൽ. മയിലഴകിൻ്റെ സൗന്ദര്യമുണ്ട് ടർക്കികൾക്ക്. വാൽച്ചാമരം വീശിയങ്ങ് നിന്നാൽ അത് അഴകിൻ്റെ വിളംബരമാകും. ഇംഗ്ലീഷുകാരാണ് ടർക്കിക്ക് ആ പേര് നൽകിയത്. ടർക്കി പട്ടാളത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ ആകൃതിയിലുള്ള തല. ഒന്നുകിൽ അതാകാം, അതല്ലെങ്കിൽ ടർക്ക് ടർക്ക് എന്ന് ശബ്ദിക്കുന്നത് കൊണ്ടാകാം. പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ടർക്കി പ്രിയർ ചോദിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്പിൽ ശാസ്ത്രീയമായി ടർക്കികളെ വളർത്തി തുടങ്ങിയിരുന്നു. വീട്ടുവളപ്പിൽ ടർക്കികളെ വളർത്തുവാൻ കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന ഫാമാണ് കൊല്ലത്ത് കുരീപ്പുഴയിലുള്ള ഗവൺമെൻറ് ടർക്കി ഫാം. 8ഓളം വിസ്തൃതമായ കൂടാരങ്ങൾ ടർക്കി ഫാമിലുണ്ട്. അവയിലെല്ലാം ചെറുതും വലുതുമായ ടർക്കികളാണ്. ഏതാണ്ട് 5100-ഓളം വരും അവരുടെ സംഖ്യ. ടർക്കികൾക്കായി വിശാലമായ സൗകര്യങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അഷ്ടമുടിക്കായലിലെ കാറ്റ് യഥാസമയം കൂട്ടിലേക്ക് കയറുന്ന രീതിയിലാണ് അതിൻ്റെ ശില്പചാതുരി. ദീർഘചതുരാകൃതിയിലാണ് കൂടാരങ്ങൾ പണിതിരിക്കുന്നത്. അരമതിൽ പൊക്കത്തിൽ എല്ലാം ഭദ്രമാക്കിയിരിക്കുന്നു. വശങ്ങളിൽ കട്ടി കമ്പിവല കണ്ണികളാണ്. വായുപ്രവാഹത്തെ ഒന്നും മുറിക്കുന്നില്ല. സാധാരണയേക്കാൾ ഉയരത്തിലാണ് മേൽക്കൂര. വെയിലിൻ്റെ വീറിനെ തടയാൻ അത് ഉപകരിക്കും. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനങ്ങളിലും ഫാമിൻ്റെ ഇടപെടലുണ്ട്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ടർക്കി കുഞ്ഞുങ്ങളെ നൽകുവാൻ വേണ്ടി പഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുന്ന ഉറവിടം കൊല്ലത്തെ ടർക്കി ഫാം തന്നെ.
വീട്ടുമുറ്റത്തെ ടർക്കി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പകൽ സമയങ്ങളിൽ വീടിന്റെ പരിസരത്ത് തുറന്നുവിട്ട് വളർത്താം. രാത്രികാലങ്ങളിൽ ചെറിയ കൂടുകളിൽ അടച്ചു സംരക്ഷിക്കാം. കൂടുതൽ എണ്ണത്തെ പരിരക്ഷിക്കേണ്ടി വരുമ്പോൾ ഒരു ടർക്കിക്ക് ശരാശരി 4 മുതൽ 5 ചതുരശ്ര അടി സ്ഥലം എന്നതാണ് കണക്ക്. അടച്ചുറപ്പുള്ള ഷെഡുകൾ തന്നെയാണ് കൊല്ലത്ത് കുരീപ്പുഴയിലും മൃഗസംരക്ഷണ വകുപ്പ് തീർത്തത്. ഒന്നാം തരം തറവിരി അഥവാ ലിറ്ററിലാണ് ടർക്കികളുടെ നിൽപ്പ്. ഉറച്ച പാദങ്ങൾ ലിറ്ററിൽ ചവിട്ടി അവർ നിന്നുകൊള്ളും. തറവിരി അഥവാ ലിറ്റർ എപ്പോഴും ഇളക്കി കൊടുക്കണം എന്നേ ഉള്ളൂ. എല്ലായിടവും വൃത്തിയും വെടിപ്പും ഉണ്ടാക്കുവാൻ ജീവനക്കാർ സദാസമയവുമുണ്ട്. ലിറ്ററിൽ പൊതിഞ്ഞു വീഴുന്ന തൂവലുകൾ അത്രയും തൂത്തുമാറ്റി എപ്പോഴും ഫാമും പരിസരവും വൃത്തിയാക്കിയിടും. നിരവധി പ്രത്യേകതകളുള്ള പക്ഷികളാണ് ടർക്കികൾ. ഇനങ്ങൾ തന്നെ അതിൽ പ്രധാനം. ബ്രോഡ് ബ്രസ്റ്റഡ് ലാർജ് വെയ്റ്റ് ആണ് പ്രധാന ഇനം. സാക്ഷാൽ വെള്ള ടർക്കികൾ. ശുഭ്രശോഭയുണ്ട് ആ തൂവലുകൾക്ക്. തലമുഴയും തൊങ്ങലുമൊക്കെ പ്രസിദ്ധം തന്നെ. നെഞ്ചിലെ മീശ നോക്കി പൂവന്മാരെ തിരിച്ചറിയാം. പൂവന്മാർക്കാണ് ഏറെ ഭാരം വയ്ക്കുക. കരിങ്കറുപ്പ് കണ്ണുകളാണ് ടർക്കികളുടേത്. അവയെ വലയം ചെയ്യുന്നത് നീലാകാശത്തിന്റെ നിറം തന്നെ. തൊങ്ങലുകളും തലമുഴയുമൊക്കെയായി പ്രത്യേക രൂപമാണ് അവർക്ക്. ചെറു ശബ്ദത്തോടു പോലും നന്നായി പ്രതികരിക്കുന്നവരാണ് ടർക്കികൾ. ഒരു ചെറു കയ്യടി മതി ടർക്ക് ടർക്ക് എന്ന് ശബ്ദിച്ച് അവർ സാന്നിധ്യം വിളംബരം ചെയ്യും. വ്യാവസായികമായി ലോകമെമ്പാടും അറിയപ്പെടുന്ന ടർക്കികൾ തന്നെയാണ് ബ്രോഡ് ബ്രസ്റ്റഡ് ലാർജ് വെയ്റ്റ്. ഉയർന്ന ശരീരഭാരം എത്തും എന്നതാണ് മേന്മ. പൂവന്മാർ ഒരു വർഷം കൊണ്ട് തന്നെ 7 മുതൽ 8 കിലോ തൂക്കമെത്തും. പിട 6 മുതൽ 7 വരെ. ഇന്ന് വീട്ടുവളപ്പുകളിൽ ഏറ്റവും അധികം വളർത്തുന്ന ടർക്കി പക്ഷികളും ബ്രോഡ് ബ്രസ്റ്റഡ് തന്നെ. പരസ്പരം കൊത്താറും കടികൂടാറുമില്ല എന്നതാണ് ടർക്കി പക്ഷികളുടെ പ്രത്യേകത. പൊതുവെ സമാധാനപ്രിയർ. ബ്രോൺസാണ് അടുത്ത ഇനം. കടും ശ്യാമനിറമാണ് ബ്രോൺസിൻ്റേത്. ഒരുപക്ഷെ ടർക്കി പ്രിയർ ഏറെ ഇഷ്ടപ്പെടുന്ന ഇനവും ബ്രോൺസ് തന്നെ. കൊളസ്ട്രോൾ കുറഞ്ഞതും സുഗന്ധപൂരിതവുമായ ഇറച്ചിയാണ് ടർക്കിയുടേത്. അക്കാര്യത്തിൽ ബ്രോൺസ് അല്പം മുന്നിൽ നിൽക്കും. തൂക്കത്തിൽ ബ്രോഡ് ബ്രസ്റ്റിൻ്റെ അത്രയും വരില്ല. പൂവൻ ടർക്കികൾ പൂർണ്ണ വളർച്ചയിൽ 5 മുതൽ 6 കിലോ ഭാരമെത്തും. പിടയാകട്ടെ 4 മുതൽ 5 കിലോ. കറുപ്പിന് 7 അഴകുണ്ട് എന്ന വിശ്വാസത്തിലാണ് ബ്രോൺസ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയത്. ബ്രോഡ് ബ്രസ്റ്റും ബ്രോൺസും കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന ഇനം ബെൽസിൽ സ്മാൾ വൈറ്റ് ആണ്. സാക്ഷാൽ ലാർജ് വൈറ്റിനോട് സമന്മാരാണ് ബെൽസിൽ. എങ്കിലും ശരീരഭാരത്തിൽ അല്പം പിന്നിൽ നിൽക്കും. വീട്ടുവളപ്പിൽ വളർത്താൻ കഴിയുന്ന ഒതുങ്ങിയ ഇനം എന്ന ഖ്യാതി ഇതിനകം തന്നെ സ്മാൾ വൈറ്റ് നേടിയിട്ടുണ്ട്. കോഴികളുടെ ശരീരഘടനയുമായി ടർക്കിക്ക് സാദൃശ്യമുണ്ട്. ഏതാണ്ട് 1 മാസം പ്രായമെത്തിയാൽ തന്നെ തലയിൽ മാംസളമായ മുഴകൾ അഥവാ കരങ്കിൾസ് കണ്ടു തുടങ്ങും. ചുവപ്പ് നിറമുള്ള ഈ മുഴകൾ ചിലപ്പോൾ നീല നിറമായി മാറാറുണ്ട്. മേൽചുണ്ട് തലയുമായി ചേരുന്ന ഭാഗത്തെ മാംസളമായ തൊങ്ങലിനെ സ്ന്യൂഡ് എന്നാണ് അറിയപ്പെടുക. പൂവൻ ടർക്കികൾക്ക് ഇത് 6 ഇഞ്ച് നീളത്തിലും പിടകളിൽ ഇത് 3 ഇഞ്ച് നീളത്തിലും കാണപ്പെടും. തീറ്റ പരിവർത്തന ശേഷിയാണ് ടർക്കികളുടെ മറ്റൊരു വിരുത്. കോഴിയേക്കാൾ അത് കൂടുതലാണ്. തിന്നുന്ന തീറ്റ കഴിവതും വേഗം മാംസമാക്കി മാറ്റുവാനുള്ള അവരുടെ കഴിവ് പ്രസിദ്ധം തന്നെ. ഹോട്ടൽ അവശിഷ്ടങ്ങളും പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങളുമൊക്കെ ശേഖരിച്ചു നൽകിയാൽ സാന്ദ്രീകൃത തീറ്റ അല്പം കുറയ്ക്കാം. ടർക്കി കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട് ഫാമിന്. 1-ാം തരം പ്രജനന ജോഡികളെ ഉണ്ടാക്കുക എന്നതാണ് അതിലെ മികവ്. പൂവൻ പക്ഷിയും പിടപ്പക്ഷിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വരും. ഏതാണ്ട് 6 മുതൽ 7 വരെ മാസം പ്രായത്തിലാണ് ടർക്കികളെ മുട്ടയുൽപാദനത്തിനായി തിരഞ്ഞെടുക്കുക. പ്രജനന കൂടാരം പ്രത്യേകമുണ്ട്. 5 പിടപ്പക്ഷികൾക്ക് 1 പൂവൻ എന്നതാണ് ഇവിടെ കണക്ക്. 6-ാം മാസം മുതൽ തന്നെ ടർക്കികൾ മുട്ടയിട്ട് തുടങ്ങും. എങ്കിലും അപ്പോൾ തന്നെ മുട്ട ശേഖരിക്കുന്ന പതിവ് ഫാമിലില്ല. ഒരാഴ്ച കൂടി പിന്നിടണം. സാൽമണല്ല പരിശോധനയാണ് അപ്പോൾ നടക്കുക. അതും പിന്നിട്ടാൽ പിന്നീട് വിരിയിക്കാനുള്ള മുട്ടകൾ കൂടാരത്തിൽ നിന്ന് തന്നെ ശേഖരിക്കുകയായി. ഈ പ്രക്രിയ തുടർച്ചയായി 2 വർഷം തുടരും. ഒരു പിടട്ടർക്കിയിൽ നിന്നും 6-ാം മാസം മുതൽ 2 വർഷം വരെ മുട്ടകൾ ശേഖരിക്കും. 100 മുതൽ 150 മുട്ടകൾ എന്നതാണ് കൊല്ലത്തെ ടർക്കി ഫാമിലെ കണക്ക്.
വിരിയിക്കാനുള്ള മുട്ടകൾ നേരെ ഇൻക്യുബേറ്റർ റൂമിലേക്കാണ് പോവുക. പ്രജനന കൂടാരത്തിലും ചില ചിട്ടകളുണ്ട്. 5 പിടപ്പക്ഷിക്ക് ഒരു പൂവൻ എന്നതാണ് കണക്കെങ്കിലും ഓരോ 45-ാം പക്കവും പൂവനെ മാറ്റും. അതിനായി റിസർവ് പൂവന്മാരുടെ ഒരു നിര തന്നെ ഫാമിലുണ്ട്. വിരിഞ്ഞെത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക കൂടാരമാണ്. ഇതിനായി പ്രത്യേക ബ്രൂഡർ ഷെഡുകൾ ഫാമിലുണ്ട്. ബ്രൂഡിംഗ് ഏറെ ശ്രദ്ധ വേണ്ട ഒരു പ്രക്രിയയാണ്. പിൽക്കാലത്തെ പക്ഷികളുടെ ആരോഗ്യം ബ്രൂഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നല്ല ഉൽപ്പാദനത്തിലേക്ക് പക്ഷികളെ എത്തിക്കണമെങ്കിലും ശാസ്ത്രീയമായ ബ്രൂഡിംഗ് വേണം. ചിക്ക് ഗാർഡുകൾ ഇതിനായി പ്രത്യേകമുണ്ട്. ചിക്ക് ഗാർഡുകളിലേക്ക് പേപ്പർ വിരിച്ചാണ് ആദ്യം കുഞ്ഞുങ്ങളെ എത്തിക്കുക. കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വൈദ്യുതി ബൾബിട്ട് ചൂടാക്കി നിർത്തും. ടർക്കി കുഞ്ഞൊന്നിന് 1 വാട്ട് എന്നതാണ് കണക്ക്. 60 വാട്ടിൻ്റെ ബൾബിൽ 60 ടർക്കി കുഞ്ഞുങ്ങൾ ബ്രൂഡിംഗ് സുഖം നേടും. തറയിൽ നിന്ന് 18 ഇഞ്ച് ഉയരത്തിലാണ് ബ്രൂഡിംഗ് ലൈറ്റുകൾ. കൃത്യമായ പ്രകാശവും കൃത്യമായ ചൂടും എല്ലാവർക്കും കിട്ടുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട്. 6 ദിവസം കഴിഞ്ഞാൽ പേപ്പർ മാറ്റി ചിന്തേരി പൊടിയോ വൈക്കോലോ വിതറാം. ഉണങ്ങിയതായിരിക്കണം ലിറ്റർ എന്ന പ്രത്യേകതയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ ലിറ്റർ അഥവാ തറവിരി 4 ഇഞ്ചായി ഉയർത്തണം. ബ്രൂഡറിനുള്ളിലും നല്ല വായുപ്രവാഹം വേണം. അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഫാം അധികൃതർക്കുണ്ട്. ടർക്കി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി 72 മണിക്കൂർ വരെ ആവശ്യമായ പോഷണം മഞ്ഞക്കരുവിൽ നിന്ന് തന്നെ ലഭിക്കും. ഇത് അവർക്ക് പ്രകൃതി ദാനമായി നൽകിയതാണ്. ടർക്കി പക്ഷികളുടെ പരിപാലനത്തെക്കുറിച്ച് വെറ്ററിനറി സർജന്മാർക്കും പറയുവാനുണ്ട്. കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ഷീജ പ്രതികരിക്കുന്നു. ടർക്കി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങിയാൽ ഉടൻ തന്നെ അതിന് 2 മണിക്കൂർ നേരത്തേക്ക് ആവശ്യമായ പോഷണം മുട്ടയുടെ മഞ്ഞക്കരുവിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ബ്രൂഡർ എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് മാറ്റേണ്ടതാണ്. ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതിന് ചിക്ക് ഗാർഡ് ഘടിപ്പിച്ചതിന് ശേഷം കട്ടിയുള്ള പേപ്പർ തറയിൽ വിരിച്ച് അതിനകത്ത് കുഞ്ഞുങ്ങളെ മാറ്റാവുന്നതാണ്. അതിനുശേഷം അതിനാവശ്യമായ സ്റ്റാർട്ടർ തീറ്റയും കൊടുക്കാം. ശുദ്ധമായ ജലം ആവശ്യത്തിന് യഥേഷ്ടം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ബ്രൂഡറിന് ടെമ്പറേച്ചർ ഊഷ്മാവ് കൊടുക്കണം. അതിന് ഒരു ടർക്കി കുഞ്ഞുങ്ങൾക്ക് 2 വാട്ട് എന്ന ക്രമത്തിലാണ് നമുക്കത് ക്രമീകരിക്കേണ്ടത്. ചൂട് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഈ ടർക്കി കുഞ്ഞുങ്ങളുടെ ഈ ബ്രൂഡറിനകത്തുള്ള വിന്യാസത്തിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചൂട് കൂടുതലാണെങ്കിൽ ടർക്കി കുഞ്ഞുങ്ങൾ അതിൽ നിന്നും അകന്നു പോവുകയും ചൂട് കുറവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ ബൾബിനടുത്തേക്ക് വരികയും ചെയ്യും. അത് നോക്കി നമുക്ക് അതിനനുസരിച്ചിട്ട് ക്രമീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബ്രൂഡറിൽ നല്ല വെന്റിലേഷൻ ആവശ്യമാണ്. ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ലിറ്റർ മാറ്റേണ്ടതാണ്. അതായത് ബ്രൂഡറിനകത്ത് പേപ്പർ വിരിച്ച് അതിനകത്ത് ചെറിയ ചിന്തേരി പൊടി ഇട്ടാണ് ഇരിക്കുന്നത്. അതിന് ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രെസ് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് കലർന്ന വെള്ളവും നൽകേണ്ടതാണ്. നല്ല ഇനം ടർക്കികൾക്ക് നല്ല തീറ്റ തന്നെ വേണം. മാംസ്യവും അന്നജവും കൊഴുപ്പുമൊക്കെ സമന്വയിപ്പിച്ചാണ് തീറ്റ ഉണ്ടാക്കുക. വെറ്ററിനറി സർജൻ ഡോക്ടർ കിരൺ ബാബു പ്രതികരിക്കുന്നു. നമുക്ക് ടർക്കിയെ വളർത്താനായിട്ട് 2 രീതിയിൽ വളർത്താനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ വീട്ടിൻ്റെ പിന്നാമ്പറങ്ങളിൽ ബാക്ക്യാർഡ് രീതിയിൽ വളർത്താം. അല്ലെങ്കിൽ കൂടുതലായിട്ട് ടർക്കി കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സെമി ഇൻറ്റൻസീവ് മെത്തേഡിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ബാക്ക്യാർഡ് അഥവാ വീട്ടിൻ്റെ പുറകെ പിന്നാമ്പുറത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും തീറ്റ ചിലവ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. വീട്ടിലെ ബാക്കി വരുന്ന വീട്ടു സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ വളർത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം സെമി ഇൻറ്റൻസീവ് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് എണ്ണം നമുക്ക് ഉണ്ടെങ്കിൽ കൃത്യമായി കൂട് നിർമ്മിച്ചുകൊണ്ട് തന്നെ അവരെ വളർത്താൻ സാധിക്കുന്നതാണ്. അവർക്ക് നമുക്ക് സമീകൃത ആഹാരം തീറ്റക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് സമീകൃത ആഹാരം വീട്ടിൽ ചെയ്യാനായി സാധിക്കും. അല്ലാത്ത പക്ഷം കോഴിത്തീറ്റ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവർക്കുള്ള ആഹാരം തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ടർക്കി കുഞ്ഞുങ്ങളിൽ കോഴി തീറ്റ തന്നെ സ്റ്റാർട്ടർ തീറ്റകൾ ലഭ്യമാണ്. സ്റ്റാർട്ടർ തീറ്റ വാങ്ങിച്ചുകൊണ്ട് അതിൽ മീൻപൊടി കൂടെ ചേർത്ത്, കാരണം നമുക്ക് ടർക്കി കോഴികളിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് വേണ്ടതുകൊണ്ട് തന്നെ മീൻപൊടി കൂടെ കോഴിത്തീറ്റയിൽ മീൻപൊടി കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ കുഞ്ഞുങ്ങളിൽ സ്റ്റാർട്ടർ കോഴിത്തീറ്റയിൽ കൂടെ മീൻപൊടിയും, മുട്ടയിടുന്ന വലിയ ടർക്കി കോഴികൾക്ക് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന അതേ തീറ്റയിൽ
മീൻപൊടി കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് നൽകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വീട്ടിലാണ് നിങ്ങൾ ടർക്കി തീറ്റ തയ്യാറാക്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ചോളപ്പൊടിയും അതോടൊപ്പം തന്നെ സോയാ മീലും അതോടൊപ്പം മീൻപൊടിയും എല്ലാം അരിത്തവിടും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ സമീകൃത ആഹാരം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് വേണമുള്ളതുകൊണ്ട് തന്നെ ചോളം 40%, സോയാ മീൽ 30%, അതോടൊപ്പം അരിത്തവിട് 30% ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വലിയ ടർക്കി കോഴികളിൽ പ്രോട്ടീൻ്റെ അളവ് താരതമ്യേന ചെറിയ ടർക്കി കുഞ്ഞുങ്ങളെക്കാട്ടിയും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പിണ്ണാക്ക് വർഗ്ഗത്തിലുള്ള തീറ്റ കുറച്ചുകൊണ്ട് തന്നെ, അതായത് ചോളം 40%, പിണ്ണാക്ക് വർഗ്ഗത്തിൽ വരുന്ന സോയ 20% ചേർത്തുകൊണ്ട് മറ്റ് അരിത്തവിടും മീൻപൊടിയും ചേർത്തുകൊണ്ട് തന്നെ സമീകൃത ആഹാരം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം രീതിയിൽ ചെയ്താൽ അവരുടെ വളർച്ചാ നിരക്കും ബാക്ക്യാർഡ് രീതിയിൽ കാട്ടിയും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും. കോഴികളെപ്പോലെ എല്ലാ രോഗങ്ങളും ടർക്കികളെ ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ടർക്കികളിൽ വാക്സിൻ പതിവുള്ളതല്ല. ഏത് പ്രായത്തിൽപ്പെട്ട ടർക്കികളെയും ബാധിക്കാവുന്ന രോഗമാണ് ബ്ലൂ കോംബ്. വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ വ്യാപനം. ടർക്കി വസൂരി, ഓർണിത്തോസിസ്, കോക്സിഡിയോസിസ്, ഏവിയൻ ഇൻഫ്ലുവൻസ എന്നീ രോഗങ്ങളൊക്കെ ടർക്കിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടവയാണ്. രോഗങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഡോക്ടർ ആര്യ സുലോചനൻ സംസാരിക്കുന്നു. രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രധാനമായും വൃത്തിയുള്ള സാഹചര്യം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം. വീട്ടുവളപ്പിൽ അതായത് വളർത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിന് കൊടുക്കുന്ന പരിസരം ആയാലും കൊടുക്കുന്ന തീറ്റയിലായാലും നമ്മൾ നല്ല രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. പരിസരം വൃത്തികേടായാൽ ഏറ്റവും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള രോഗം കോക്സിഡിയ എന്ന രോഗമാണ്. കാരണം ഇത് ഉണ്ടാകുന്നത് അതിൻ്റെ ലിറ്ററിൽ നിന്നാണ്. ലിറ്റർ ബോൺ ഡിസീസാണ് കോക്സിഡിയ. അതുകൊണ്ട് തന്നെ പരിസരം വൃത്തികേടായാൽ ആദ്യമായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രോഗം വരുന്നതിനെ കുറിച്ചാണ്. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ നിന്ന് ഇത് മാറി നിൽക്കുക, തീറ്റ എടുക്കാൻ മടി കാണിക്കുക, തൂങ്ങിപ്പിടിച്ച് നിൽക്കുക, ഇതൊക്കെയാണ് ഇവ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ. അത്തരം ഉള്ള ടർക്കികളെ നമ്മൾ എത്രയും പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സ ലഭ്യമാക്കണം എന്നുള്ളതും നമ്മൾ ഉറപ്പിക്കണം. ഫലപ്രദമായ ചികിത്സകൾ ഇത്തരം രോഗങ്ങൾക്ക് ലഭ്യമാണ്. പ്രധാനമായി പറയുകയാണെങ്കിൽ കോക്സിഡിയോ രോഗമാണെങ്കിൽ പോലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കുകയും അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്താൽ ഈ രോഗം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പാസ്റ്റുറല്ല രോഗമായാലും നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. ഈ പല രോഗങ്ങൾക്കും വാക്സിനേഷൻ ഫലപ്രദമല്ലാത്ത ഒരു സാഹചര്യം ടർക്കിയിലുള്ളതിനാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളാണ്. അതായത് നമ്മളിപ്പോൾ പുതിയതായി ഒരു ടർക്കിയെ നമ്മൾ വാങ്ങി നമ്മുടെ വീട്ടിൽ കുറച്ച് ടർക്കികൾ നിൽപ്പുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം നിലവിലുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ക്വാറന്റൈൻ പ്രൊവൈഡ് ചെയ്യണം. ഒരു ഏകദേശം മിനിമം 2 ആഴ്ചയെങ്കിലും നമ്മൾ ഇതിനെ ഈ പുതിയ വരുന്ന ടർക്കി കോഴികളെ നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം രോഗമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ടർക്കികളിലോട് ഇതിനെ ചേർക്കാൻ പാടുള്ളൂ. മധുരത്തിൽ പൊതിഞ്ഞ രഹസ്യവുമായി മയിൽപ്പേടകൾ വരുന്നത് പോലെയാണ് ടർക്കികൾ വരുന്നത്. അത് കേരളത്തിന് ഒരു പുതുരുചി കൂടി പരിചയപ്പെടുത്തുകയാണ്. നേരം ടർക്കി ഫാമിന് ഭാവുകങ്ങൾ.